സോ ഹലോ, നമ്മളിപ്പോൾ പോണ്ടിച്ചേരിക്ക് പോവുകയാണ്. ഇവിടുന്ന് ഇതിപ്പോൾ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ നേരെ നൈസ് റോഡ് എടുത്തിട്ട് പോണ്ടിച്ചേരിക്ക് പോകുന്നു. എനിക്ക് തോന്നുന്നു ഇതാണ് നൈസ് റോഡ് എൻട്രി തോന്നുന്നു. ഓ അതെ, ഇത് നൈസ് റോഡ് എൻട്രി തന്നെയാണ്. Call him. Ask them to take for both of us now. For everyone. അപ്പോൾ പോണ്ടിച്ചേരി ആക്ച്വലി കുറേ നാളത്തെ പ്ലാനായിരുന്നു. ഞങ്ങൾ ബൈക്കിൽ പോകാനായിരുന്നു വിചാരിച്ചത്. പക്ഷേ ബൈക്കിൽ പോകാനായിട്ട് ഇപ്പം കുറേ ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ബൈക്കും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓർത്ത് ഇന്ന് കാറിലും കൂടെ പോയേക്കാന്ന്. സോ ഈ പോകുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മൾ ഈ 3 ബൈക്കും പിന്നെ ആ ഫ്രണ്ടിൽ പോകുന്ന ഒരു കാറും. നമ്മളിപ്പോൾ ഹൊസൂർ ഹൈവേയിലാണ്. ഏകദേശം രാവിലെ ആകാറായി. ഒരു 6 മണി ആയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും തിരിച്ചേക്കാം. നമ്മുടെ ഇപ്പോൾ കൂടെയുള്ള ആൾക്കാർ കുറച്ച് ഫ്രണ്ടിലാണ്. രാവിലെ ഇവിടെ നിറച്ചും ഈ പറഞ്ഞ പോലെ ട്രക്ക്, ലോറി അങ്ങനെ എല്ലാം ഉണ്ടാവും. എൻ്റെ ടോയ പോയതിൻ്റെ ഇടയ്ക്ക് പെടുവോ ദൈവമേ? ഇല്ല, പെട്ടില്ല. ബാക്കി നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ 6 മണിയായി. കുറച്ചും ഇതിലും തണുപ്പായിരുന്നു. എന്തായാലും അവരുടെ കൂടെ പോയിട്ട് ഏകദേശം വഴി കണ്ടുപിടിക്കാം. എന്തായാലും നമ്മുടെ കയ്യിൽ മാപ്പുണ്ട്. സോ വഴി കണ്ടുപിടിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവിടെ നിന്ന് ആക്ച്വലി നാട് വരെ പോകുമ്പോഴത്തേക്കും ഈ ഹൈവേയിൽ ഇതുപോലെ ലോറികളായിരിക്കും ഫുള്ള്. എല്ലാ ലൈനിലും ഉണ്ടാവും അവന്മാർ. ഫൈനലി കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. ഇല്ല, കണ്ടില്ല. ഇല്ല, കോമറ്റോ എവിടെ? അയ്യോ, ഞാൻ കണ്ടില്ലടാ. കോമറ്റോ, വാൽനക്ഷത്രം ഞാൻ കണ്ടില്ലല്ലോ. ക്യാമറയിലുണ്ടാവോ? നോക്കണം. കണ്ടിട്ട് നമുക്കൊരു 5 hours കൂടെ ഉണ്ട് പോണ്ടിച്ചേരിക്ക്. ഒരു 264 kilometers. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ എത്തുമെന്നാണ് കാണിച്ചേക്കുന്നത്. ബ്രേക്സ് എല്ലാം കൂടെ കൂട്ടിയിട്ടൊരു 12 മണി 1 മണി കൂട്ടാം നമുക്ക്. ഓ ദേ അവിടെ ഒരു സൺറൈസ് നമുക്ക് കാണാമല്ലോ. ഹോപ്പ് യു കൻ സീ ഇറ്റ്. ദേ അങ്ങകലെ ഒരു സൺറൈസ് ഉണ്ട് ആ ബിൽഡിങ്ങിൻ്റെ പുറകിൽ. കണ്ടു. അയ്യോ, അത് പോയി. അത് നമ്മൾ കുറച്ച് മേളിലായിരുന്നു. Hope you can see that sunrise. അത് പറ്റുവാണെങ്കിൽ ക്യാമറയിൽ എടുക്കാൻ നോക്കാം. ആ സൺറൈസ് ഇത്രയും നമ്മൾ അകലെയൊന്നും ഞാൻ കാണുന്ന പോലെ ക്യാമറയിൽ കിട്ടുമെന്ന് എനിക്ക് സംശയമാണ്. But let's see. Let's go and see. അതാണ് നമ്മുടെ സൺറൈസ്. ഈ ബസ്സുകാരെല്ലാം കൂടെ ഫ്രണ്ടിൽ കയറിയിട്ട് ഇത് കാണാനും പറ്റുന്നില്ല.
കേട്ടോ, വഴി നമുക്ക് കയറിയാലോ, കയറിയേക്കാം. നമ്മുടെ ആൾക്കാർ പോകുന്നു കാറിൽ അല്ലേ. അങ്ങനെ രാവിലെ ഇതുപോലെ നല്ല അടിപൊളി സൺറൈസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകാൻ ഭയങ്കര രസമാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ വ്യൂ ദാറ്റ് ഈസ്. ഗോയിങ് വെരി സ്ലോ ആക്ച്വലി. ഓക്കെ, സൺറൈസ് അത്രേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. മോർണിംഗ് സൺഷൈൻ എന്നൊക്കെ പറയൂലേ, അതാണിത്. അത് സൂര്യൻ ഭയങ്കരമായിട്ട് കണ്ണിലേക്ക് അടിക്കുന്നു, ഭയങ്കര ഗ്ലെയറൊക്കെ. രാവിലെ തന്നെ നല്ല വെയിലൊക്കെ കൊണ്ട് സുഖമായിട്ട് പോകും. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ അപാര തണുപ്പാണ് ഇപ്പോൾ. എനിക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ട്. തണുപ്പൊക്കെ അകത്തേക്ക് ഇങ്ങനെ ഇടിച്ച് കയറുന്നുണ്ട്. പക്ഷെ നല്ല വഴിയാണ്. ഒറ്റ കുഴപ്പമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ട്രക്സ് ഉണ്ടാവും ഒരുപാട്. ഇന്ന് ഫ്രൈഡേ ആണ്, അപ്പോൾ ഇന്ന് ഓഫീസുണ്ടായിരുന്നു, വർക്കുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ മാനേജറോട് പറഞ്ഞു നാളെ ഒരു പേഴ്സണൽ എമർജൻസി ഉണ്ട്, അതുകൊണ്ട് നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നാണ് പോണ്ടിച്ചേരിക്ക്. സോ ദിസ് ഈസ് ദാറ്റ് പേഴ്സണൽ എമർജൻസി. ഞാൻ ഇതുവരെ ഇത്രയും നേരത്തെ ഈ വഴിയിലൂടെ വന്നിട്ടില്ല. ഞാൻ ആക്ച്വലി നാട്ടിലേക്ക് കേരളത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ സമയത്താണ് ഞാൻ ആക്ച്വലി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇത് നല്ല നേരത്തെയാണ്, ഈ സമയം കുറച്ച് നേരത്തെയാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഇത്രയും നല്ല സൺറൈസ് വ്യൂ ഒക്കെ കണ്ടിട്ട് സാധാരണ ഞാൻ ഈ വഴി വരുമ്പോഴത്തേക്കും നല്ല വെയിലായിരിക്കും ഇവിടെ. ഓക്കെ, നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോൾ സമയം ഒരു 7:45 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പയ്യെ തിരിക്കുകയാണ് ഇവിടുന്ന്. കാരണം നമ്മളിപ്പോൾ ഉച്ചയാകും തോറും ഭയങ്കര ചൂടായിരിക്കും പോണ്ടിച്ചേരിയിൽ. അപ്പോൾ അതാണ് പ്ലാൻ. ഇപ്പോൾ ഹൈവേയിൽ നല്ല ക്രോസ് വിൻഡ്സ് ഉണ്ട്. സൗണ്ടൊക്കെ കുറച്ച് ബഫേർഡ് ആയിരിക്കും. പക്ഷേ ഐ ഹോപ്പ് നിങ്ങൾക്കിത് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് കിലോമീറ്റേഴ്സ് 218 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ. നമ്മളിപ്പോൾ ഹൈവേന്ന് തിരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹൈവേന്ന് വേറൊരു വഴിയിലേക്ക് കയറിയിട്ടുണ്ട്. ഇതൊരു NH77 ആണ്, കൃഷ്ണഗിരി റോഡ് എന്ന് പറയും. അതുകൊണ്ട് പോണ്ടിച്ചേരി പോകാൻ നമ്മൾ സാധാരണ നാട്ടിലേക്ക് പോകുന്ന ഹൊസൂർ റോഡിൻ്റെ ഫുള്ള് പോകാനുണ്ട്. അവിടുന്ന് കുറച്ച് അകത്തേക്ക് കയറിയിട്ട് വേറെ വഴി ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ആ വഴിയാണ്. നല്ല അടിപൊളി റോഡുണ്ട്. അവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ കണ്ട ഒരു മല വെട്ടി പാറകളൊക്കെ ആക്കി വെച്ചേക്കുന്നത്. അത് അങ്ങനെ വെച്ചാൽ അത് അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വെച്ചിട്ട്. റൈറ്റ് സൈഡിലും അതെ, ഒരുപാട് മലകളുണ്ട് അവിടെ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറിയിട്ടുണ്ട്. വാവ്, ഇപ്പം ഇങ്ങോട്ടുള്ള ഇവിടെ സ്ഥലം കാണാനായിട്ട്. Oh man, this looks so cool. Hope you can see this in my camera. നല്ല അടിപൊളി ഫോറസ്റ്റ് ഏരിയ. ഇപ്പോൾ ഇവിടുന്ന് പുതുച്ചേരിക്ക് ഒരു 200 something kilometers ആണ് കാണിക്കുന്നത്. 197 kilometers. This is so cool, man. This is so cool. ഓക്കെ, ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ. പക്ഷേ തിരുവണ്ണാമലൈ, കപ്പൽവാടി, സന്തൂർ. അപ്പം നമ്മൾ പോകുന്നതിൻ്റെ പ്ലാൻ ഞാനിത് ആക്ച്വലി പറഞ്ഞിട്ടില്ല. ഓക്കെ, നമ്മളിന്നവിടെ ചെല്ലുന്നു, ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ചെല്ലുന്നു, റൂമിൽ റെസ്റ്റ് എടുക്കുന്നു. പിന്നെ വൈകിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടാവില്ല. നാളെ പകൽ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ പോയി കാണുന്നു. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ തിരിച്ചു പോരുന്നു. അതാണ് പ്ലാൻ. സോ ഒരു 2 day എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫുൾ പകൽ നമുക്ക് കിട്ടും, പിന്നെ ഇന്ന് രാത്രിയും കിട്ടും. അങ്ങനെ. സോ അതാണ് നമ്മുടെ പ്ലാൻ. ഒരു ചെറിയ പ്ലാനാണ്. ശരി ഗൈസ്, ഇതാണ് ആക്ച്വലി തമിഴ്നാട് റോഡ്സ്. എത്ര അടിപൊളിയായിട്ടാണ് റോഡൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് നോക്കി. പിന്നെ നല്ല പീസ്ഫുള്ളാണ്, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ആക്ച്വലി കൊള്ളാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള സ്ഥലം. ഇതൊന്ന് പോണ്ടിച്ചേരി വരെ അത്യാവശ്യം നല്ല റോഡ്സ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.
3.5 മണിക്കൂറും കൂടെ ഉള്ളൂ. ഒരു ബ്രേക്ക് എടുക്കണോ അല്ലേ? വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ഒരു 3 മണിക്കൂറൊക്കെ റിമൈനിങ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക് എടുക്കാം. ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ. അത്രയും ഭാഗം ഒരു വൈറ്റ് ഷെയ്ഡിൽ ഒരു മലകളാണെന്ന് തോന്നുന്നു ഫുള്ള്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ബൈക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ചില്ലായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്ഥലങ്ങളെല്ലാം കയറി കണ്ടിട്ട് പോകുമായിരുന്നു. പക്ഷേ അത്രയ്ക്ക് ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പോവാം. തമിഴ്നാട്ടിൽ മിക്കപ്പോഴും നമ്മൾ കർണാടക ബോർഡർ അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് വരുമ്പോഴൊക്കെ, പിന്നെ തമിഴ്നാട് മിക്ക ഹൈവേസിലും ഒരു പ്രത്യേകതയാണ്, നമ്മൾ മിക്ക ഹൈവേ കൂടെ പോകുമ്പോഴും സൈഡിലൊക്കെ മലകളുണ്ടാവും. പിന്നെ ഇതുപോലെ ഹൈവേയുടെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അങ്ങേ അറ്റത്ത് ഇതുപോലെ മലകളും ഉണ്ടാവും. അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് എപ്പോഴും. നമ്മളിപ്പോൾ മെയിൻ ഹൈവേ എന്നൊക്കെ മാറി വേറെ ഏതൊരു ഉൾഗ്രാമത്തിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏത് വഴിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും നല്ല വഴി. ഓക്കെ, നമ്മുടെ പുറകിൽ അവർ വരുന്നുണ്ട് കാറിൽ. സൈഡിലൊരു ലൈറ്റൊക്കെ ഉണ്ട്. ഇവിടെ കുറേ മലകളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് പാറകളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല ഉറക്കം വരുന്നുണ്ട്. രാവിലെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ എണീറ്റതാണ്. എന്നിട്ടൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് റെഡിയായി. 4 മണിയായപ്പോഴത്തേക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ തിരിച്ചത്. ഒരു 4 മണി 4:15 ആയപ്പോഴത്തേക്കും. പക്ഷേ അത്രയും നേരത്തെ നമ്മൾ ഇറങ്ങിയതുകൊണ്ടാണ് ഇവിടെ നമ്മളിപ്പോൾ ഒരു 10:15 ആയി. ഒരു 1.25-2 മണിക്കൂർ മാക്സിമമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തായാലും ചെല്ലും. ഒരു ഉച്ചയ്ക്കൊക്കെ മുമ്പ് എന്തായാലും ചെല്ലാം. അത്ര നേരത്തെ ഇറങ്ങുമ്പോൾ ഒത്തിരി ചൂടുണ്ടാവില്ല. ഇവിടെ ഒരുപാട് നെൽകൃഷികളുണ്ട്, പിന്നെ ഫാമിംഗ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സൈഡിലൊക്കെ. ഈ സൈഡിലൊക്കെ നമ്മൾ കാണുന്ന ഈ നെല്ലാണ്, പാഡി ഫീൽഡ്സ്. നമ്മളിപ്പോൾ ആക്ച്വലി ഏതോ ഒരു കാട്ടിനകത്താണ്, തമിഴ്നാട്ടിലെ ഏതോ ഒരു ഉൾഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ. മൈക്ക് തന്നെ ഓഫായി പോയായിരുന്നു. അപ്പോൾ ഞാൻ മൈക്ക് ഓണാക്കാനായിട്ട് ഗ്ലൗസ് ഊരിയതാണ്. നമ്മൾ തമിഴ്നാട്ടിലെ ഏതോ ഒരു ഉൾഗ്രാമത്തിലാണ്. നല്ല നല്ല രസമുണ്ട് ഇവിടെ വണ്ടി ഓടിക്കാനായിട്ട്. കൊണ്ട് ചുറ്റും പാടങ്ങളും ഇതൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന അതേ ഒരു ഇത്. തമിഴ്നാടാണല്ലോ, നല്ല സിമിലാരിറ്റി ഉണ്ടാവും. നല്ല രസമുണ്ട് ഓടിക്കാനൊക്കെ. ഇത് ശരിക്കുള്ള വഴിയാണോ അതോ മാപ്പ് നമ്മളെ ഷോർട്ട് കട്ടാക്കി കയറ്റി വിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കൊള്ളാം, നല്ല നല്ല രസമുണ്ട് കാണാനൊക്കെ. മാപ്പ് നമ്മൾ ഇതുവഴിയാണോ കയറ്റിക്കൊണ്ട് വിടുന്നത്? ഗൂഗിൾ മാപ്സ്. ആരുടെയും വീട്ടിലേക്കാണ് മാപ്പ് ഇട്ടേക്കുന്നത്. ഈശ്വര. അപ്പം നമ്മൾ ബൈക്കിൻ്റെ ലൊക്കേഷൻ ഇട്ട് മാപ്പ് ഇടുവാണെങ്കിൽ ഇതുപോലത്തെ കുറച്ച് രസകരമായ വഴിയിലൂടെ അവർ കയറ്റി വിടും. എന്തായാലും വഴികൾ കൊള്ളാം, മോശമല്ല, ചെറുതാണെങ്കിലും. നമ്മളിപ്പോൾ ഏകദേശം പോണ്ടിച്ചേരി എത്താറായി. ഇതിനൊരു 24 മിനിറ്റ്സും കൂടെ ഉള്ളൂ. ഇതൊക്കെ ഏകദേശം പോണ്ടിച്ചേരി സൈഡ് തന്നെയാണ്. ഒരു 12 കിലോമീറ്റേഴ്സ്. നമ്മൾ നിൽക്കുന്ന സ്റ്റേയിലേക്ക് ഒരു 12 കിലോമീറ്ററേ ഉള്ളൂ ഇനി.
പുതുച്ചേരി പോലീസ്. ഓക്കെ, നമ്മളിപ്പോൾ ഏകദേശം എത്തി. ഇതാണ് ഗൈസ് പോണ്ടിച്ചേരി. കുറച്ച് ട്രാഫിക് ഉണ്ടെന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ പോണ്ടിച്ചേരി ഏതോ ഒരു ടൗണിനകത്താണ്. നല്ല അപാര ചൂടുമുണ്ട്. ആകെ 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഒരു 4 മിനിറ്റ്. ട്രാഫിക് ഒന്നും ഇല്ല. എന്നാലും നോക്കാം. അത് നാട്ടിലേക്കാളും ചൂടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ചൂടാണ്. ഓക്കെ, നമ്മുടെ മാപ്പ് ഏതോ ഒരു കാട്ടിൽ കൂടെ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ ഏത് സ്ഥലം? ലയൺസ് ക്ലബ് സ്ട്രീറ്റ്. ഇത് തന്നെ. ഇവിടെ അതേ അവർ കണ്ടുപിടിച്ചു.